നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് 2 മക്കളെയും അച്ഛനെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊല്ലം പട്ടത്താനം ചെമ്പകശ്ശേരിയിൽ 41കാരനായ ജോസ് പ്രമോദ്, 9 വയസ്സുകാരനായ മകൻ ദേവനാരായണൻ, 4 വയസ്സുകാരി മകൾ ദേവനന്ദ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിലെ സ്റ്റെയർ കേസിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു കുട്ടികളുടെ മൃതദേഹം. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ജോസ് പ്രമോദ് മക്കളെ കൊന്ന് ജീവനൊടുക്കിയതെന്നാണ് പോലീസ് കരുതുന്നത്. പ്രമോദും ഭാര്യ ഡോക്ടർ ലക്ഷ്മിയും തമ്മിൽ കുറച്ചു നാളായി അകൽച്ചയിലായിരുന്നു. PG പഠനത്തിന് തയ്യാറെടുക്കാനായി ലക്ഷ്മി തൊട്ടടുത്തുള്ള SNV സദനത്തിൽ താമസിച്ചാണ് പഠനം നടത്തുന്നത്. ഏറെ നാളായി ഇവർ വീടുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. 9ാം ക്ലാസ് മുതലുള്ള പ്രണയത്തിന് ശേഷമാണ് പ്രമോദ് ജോസും ലക്ഷ്മിയും വിവാഹം കഴിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായിരുന്ന പ്രമോദ് പിന്നീട് ഗൾഫിൽ ജോലി തേടിപ്പോയി. എന്നാൽ 8 വർഷത്തോളമായി പ്രമോദ് ജോലിക്കൊന്നും പോയിരുന്നില്ല. സ്ഥിരം മദ്യപാനിയായിരുന്ന പ്രമോദും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നെന്നും തുടർ പഠനത്തിനായി ലക്ഷ്മി മറ്റൊരിടത്തേക്ക് മാറിയതിന് പിന്നാലെ കുടുംബവുമായി ഏറെ അകൽച്ചയിലായിരുന്നുവെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. ഇക്കാരണങ്ങളിലാകാം പ്രമോദ് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തതെന്ന അനുമാനത്തിലാണ് പോലീസ്. താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും ലോകത്തോട് വിട പറയുകയാണെന്നും പ്രമോദ് തന്റെ മൂത്ത സഹോദരനും ഭാര്യ ലക്ഷ്മിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അർദ്ധരാത്രി 1:55ഓടെയാണ് മെസ്സേജ് കിട്ടിയത്. എന്നാൽ ഇരുവരും സന്ദേശം രാവിലെയാണ് കാണുന്നത്. മെസ്സേജ് കണ്ടു ഭയന്ന ലക്ഷ്മി വിവരം തന്റെ അമ്മയെ വിളിച്ചറിയിച്ചു. ലക്ഷ്മിയുടെ അമ്മ സ്ഥലത്തെത്തി ബന്ധുക്കളെ വിളിച്ച് വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഗേറ്റ് ചാടിക്കിടന്ന് വീട്ടിലെത്തിയപ്പോഴാണ് 3 പേരുടെ മരണം പുറത്തറിയുന്നത്. 2 കുട്ടികളെയും കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കി. ബന്ധുക്കളടക്കം സംഭവസ്ഥലത്തെത്തി. അതേസമയം മറ്റൊരു സംഭവത്തിൽ വിതുരയിൽ വനത്തിനോട് ചേർന്ന ആളൊഴിഞ്ഞ വീട്ടിൽ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭവത്തിൽ കൊല്ലപ്പെട്ട സുനിലയുടെ സുഹൃത്ത് അച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചത് കാരണമാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് അച്ചു മൊഴി നൽകി. അച്ചു ഭീഷണിപ്പെടുത്തിയാണ് സുനിലയെ വിളിച്ചു വരുത്തിയതെന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ പരാതിക്ക് പിന്നാലെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സുനില അച്ചുവിനൊപ്പം പോയതായി കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് ഇരുവരും പാലോട് കറുപ്പൻകാലയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലേക്ക് എത്തി. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണിത്. തുടർന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് സുനിലയോട് പ്രതി ആവശ്യപ്പെട്ടു. കൂടെ ചെന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും ഇയാൾ പറഞ്ഞു. തൽക്കാലം വിവാഹം നടക്കില്ലെന്നും കുറച്ചുനാൾ കാത്തിരുന്നാൽ കൂടെ വരാമെന്ന് സുനില പറഞ്ഞതായും പറയുന്നു. എന്നാൽ വിവാഹത്തിന് സമ്മതിക്കാത്തതിൽ ക്ഷുഭിതനായ അച്ചു യുവതിയെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു. മരണം ഉറപ്പാക്കാനായി തറയിൽ വീണ യുവതിയുടെ കഴുത്തിൽ ചരട് മുറുക്കി. രാത്രി 8:30-നായിരുന്നു കൊലപാതകം. പരിസരത്ത് ആൾതാമസമില്ലാത്തതുകൊണ്ട് യുവതിയുടെ നിലവിളി ആരും കേട്ടില്ല. മരണം ഉറപ്പാക്കിയ അച്ചു പുലരുവോളം മൃതദേഹത്തിന്റെ കൂടെ ഉറങ്ങി. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഇയാൾ പറയുന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം പൂർത്തീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.